ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കെ മുരളീധരൻ, കെ സുരേന്ദ്രൻ, ഹൈബി ഈഡൻ തുടങ്ങിയവർ ഇന്ന് പത്രിക സമർപ്പിക്കും. വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോയിൽ സ്മൃതി ഇറാനി പങ്കെടുക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോ പുരോഗമിക്കാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ എങ്ങനെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാം എന്നുള്ളതാണ് അവർ പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചു പോരുന്ന ഒരു പ്രധാനപ്പെട്ട നയങ്ങളിലൊന്നും അത് തന്നെയാണ്. ആ തരത്തിൽ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് പോലും നടക്കുന്നത്. അതാ പേരൂർക്കടയിൽ നിന്ന് ആരംഭിച്ച വമ്പൻ റോഡ് ഷോ അത് പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം, അതായത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറുണ്ട്, ഒപ്പം TP ശ്രീനിവാസനുണ്ട്, BJPയുടെയും NDAയുടെയും മുതിർന്ന നേതാക്കൾ PK കൃഷ്ണദാസ്, ഒപ്പം AP അബ്ദുള്ളക്കുട്ടി തുടങ്ങി BJPയുടെയും NDAയുടെയും മുതിർന്ന നേതാക്കൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരനെ അനുഗമിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം പ്രവർത്തകരുടെ വലിയ നിരയുണ്ട്. വലിയ രീതിയിൽ തന്നെ ആഘോഷമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുകയാണ്. 11 മണിക്ക് അല്ലെങ്കിൽ 11:15 കൂടി കളക്ടറേറ്റിലേക്ക് എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ത്രികോണപ്പോരിന്റെ എല്ലാ ചൂടും ആവേശവും ഇതിനോടകം വന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് ത്രികോണ മത്സരമായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സ്ഥാനാർത്ഥികൾ മലക്കം മറിയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. മുന്നണികൾ അതായത് ഇന്നലെ ശശി തരൂർ പ്രതികരിച്ചത് അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക എന്ന് പറയുന്നു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് LDFും അതുപോലെ കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക എന്ന് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നു. BJP അവിടെ പ്രസക്തമേ അല്ല എന്ന് LDF നിലപാടെടുക്കുന്നു. പക്ഷേ BJP എടുക്കുന്ന നിലപാട് കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമായിരിക്കും ഇവിടെ എന്ന് BJPയും നിലപാടെടുക്കുന്നു. അത്തരത്തിൽ വലിയൊരു പോരാട്ടത്തിന്റെ ആവേശ ചൂടിലേക്കും ഒക്കെ തിരുവനന്തപുരം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്നാണ് രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ കൂടാതെ ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാന മുന്നണികളിലെ സ്ഥാനാർത്ഥികളിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് 2 സ്ഥാനാർത്ഥികളാണ് പ്രധാന മുന്നണികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. മറ്റുള്ള എല്ലാവരും സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലായി ഏതാണ്ട് 143 സ്ഥാനാർത്ഥികൾ ഇന്നലെ വരെ മാത്രം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ, അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒപ്പം കേന്ദ്രമന്ത്രി S ജയശങ്കറുണ്ട്. സമാനമായി തന്നെ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനൊപ്പം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കൂടി എത്തുന്നു എന്നുള്ളതാണ്, റോഡ് ഷോയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതൽ കേന്ദ്ര നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണത്തിനിറക്കി രംഗം കൊഴുപ്പിക്കുക, അതുവഴി കൂടുതൽ വോട്ട് കൂട്ടുക, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക. അതോടൊപ്പം അവർ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ, അത് തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂരുണ്ട്, അതുപോലെ പത്തനംതിട്ടയുണ്ട്. ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറുക എന്നുള്ള സമീപനം തന്നെയാണ് BJP സ്വീകരിക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നും തങ്ങൾക്ക് ആലോചിക്കാനില്ല എന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. അതിനോടനുബന്ധിച്ചുള്ള പ്രചാരണം, അതിനോടനുബന്ധിച്ചുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൃത്യമായ ഒരു ടീം തന്നെ രാജീവ് ചന്ദ്രശേഖറിന് കീഴിൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യം എത്തിയ പ്രചാരണം തുടങ്ങിയത് പോലും തീരദേശത്ത് നിന്നാണ്, പൊഴിയൂരിൽ നിന്നാണ്. ആ മേഖലയാണ് BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത സ്ഥലം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, അത്രയും ഗെയിം പ്ലാനോട് കൂടിയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രചാരണം ആരംഭിച്ചതും അത് നടപ്പിലാക്കുന്നതും എന്നുള്ളത് തന്നെയാണ്. ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിൽ പോലും അത് കാണാനാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും അല്പസമയത്തിനകത്ത് ഈ പ്രകടനം, അതായത് ഈ റോഡ് ഷോ കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തും. അവിടെ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം സ്ഥാനാർത്ഥിയും കളക്ടറേറ്റിനുള്ളിലേക്ക്, വരണാധികാരിക്ക് മുന്നിലേക്ക് എത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണെങ്കിലും 11:15 മണിയോടുകൂടിയോ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ്, NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് നടക്കും. അതിനുശേഷം തൊട്ടുപുറകെ ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും തിരുവനന്തപുരം കളക്ടറിലേക്ക് എത്തി ബന്ധപ്പെട്ട വരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വേണം അലക്സ്, ശശി തരൂർ തന്നെ പറയുന്നുണ്ടായിരുന്നു ശക്തമായ മത്സരം BJPയുമായിട്ടാണ് എന്ന്. മണ്ഡലത്തിന്റെ മുൻ തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രവും അത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതിനപ്പുറത്ത് വ്യക്തിപരമായൊരു പ്രഭാവം ഉണ്ടാക്കാനോ ഒരു ചലനമുണ്ടാക്കാനോ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ടോ?
വേണു അതുണ്ട് എന്ന് വേണം മനസ്സിലാക്കുക. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം. തിരുവനന്തപുരത്തിന്റെ നഗരം എങ്ങനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. 2009 ആദ്യമായി ശശി തരൂർ വരുമ്പോൾ ശശി തരൂരിന് കിട്ടിയ സ്വീകാര്യത എന്താണോ അത് BJP സ്ഥാനാർത്ഥിക്ക് ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ആ തരത്തിലൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് ഇതിനോടൊപ്പം സാധിച്ചു. പ്രത്യേകിച്ച് നഗരമേഖലയ്ക്കുള്ളിൽ ആ വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്ന NDA സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയാണ് എന്ന് BJP ആദ്യം രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്ത്. അതുപോലെ കെ സുരേന്ദ്രന്റെ റോഡ് ഷോ തുടങ്ങാൻ പോകുന്നു വയനാട്ടിൽ. സ്മൃതി ഇറാനി അവിടെ എത്തിയിട്ടുണ്ട് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനായി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കെ സുരേന്ദ്രന്റെ റോഡ് ഷോ തുടങ്ങുകയാണ്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എത്തിയിട്ടുണ്ട്. അവരെ പൊന്നാട അണിയിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തുടങ്ങിയ അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇതിനുശേഷം നേരെ പോകുന്നത് കളക്ടറേറ്റിലേക്കാണ്. കളക്ടറേറ്റിൽ നോമിനേഷൻ നൽകുന്നത് ജില്ലാ കളക്ടർ, മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ രേണുരാജനാണ് അദ്ദേഹം നൽകുന്നത്. അതിനുശേഷം സ്മൃതി ഇറാനിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാ അധ്യക്ഷൻ കൂടിയ പ്രശാന്ത് മലവേൽ, അതോടൊപ്പം തന്നെ NDAയുടെ നേതാവായിട്ടുള്ള CK ജാനു ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെ നമുക്ക് വേദിയിൽ കാണാൻ കഴിയും. നൂറുകണക്കിന് ആളുകളുടെ പങ്കാളിത്തോടു കൂടിയാണ് ഈ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തവണ ശക്തമായ മത്സരം സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് BJPയുടെ അവകാശവാദം. ആ നിലയിലാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണ 78,000 വോട്ടുകൾ മാത്രമാണ് NDAക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. അതിനേക്കാൾ ഏറെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ് പ്രകടിപ്പിക്കുന്നത് BJP നേതാക്കൾ. ഇവിടെ ശക്തമായ രീതിയിലുള്ള മത്സരമാണ്. രാഹുൽ ഗാന്ധിയും BJPയും നേരിട്ടാണ് മത്സരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. എന്തായാലും വളരെ വാശിയേറിയ മത്സരം. ഇന്ത്യ മുന്നണിയുടെ ഒറിജിനൽ സ്ഥാനാർത്ഥിയുമായാണ് താൻ ഏറ്റുമുട്ടുന്നതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങളാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. നൂറുകണക്കിന് ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയ്ക്കധികം പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര തുടങ്ങിയ ശേഷം വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോ തുടങ്ങുകയാണ്. സ്മൃതി ഇറാനി അടക്കമുള്ളവർ ആണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം കളക്ടറേറ്റിലെത്തി സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.